നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ കോ പവർഡ് ബൈ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് സൺഫീസ്റ്റ് മോംസ് മാജിക്. ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം പ്രചോദേട്ട, അംബികാമ, നസീർക്ക. തുടങ്ങാം പിള്ളേരെ, തുടങ്ങാം. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. നമ്മള് ഐറ്റം വേറെ ഒരുപാട് സ്കിറ്റുകൾ, ഒരുപാട് കൗണ്ടേഴ്സ്, ഒരുപാട് ടീമുകളുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു. പക്ഷെ നമുക്കിവിടെ കഴിഞ്ഞ പെർഫോമൻസിന്റെ സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീം ഡേഞ്ചർ സോണിൽ പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവും അമലും സഞ്ജീതയും. സഞ്ജീതയില്ല, അപ്പൊ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ടീമാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. ഞാൻ വിഷ്ണുവിനെ അമലിനെ ഇങ്ങോട്ട് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം വിഷ്ണു ആൻഡ് അമൽ. ഒരു സ്കിറ്റിന്റെ പെർഫോമൻസിൽ 5 മാർക്കിൽ താഴെ പോയതുകൊണ്ടാണ് ഇവർ ഡേഞ്ചർ സോണിൽ വന്നിട്ടുള്ളത്. അപ്പം ഇപ്രാവശ്യം നമ്മൾ ഡേഞ്ചർ സോണിൽ നിന്നാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് നമ്മൾ കാര്യമാക്കുന്നില്ല. പെർഫോം ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 30,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ വാങ്ങിക്കാനുള്ള കളിയായിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്രാവശ്യം നിങ്ങളുടെ രണ്ടുപേരും കൂടെ ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത്? ആരാണ് ടീം അപ്പ് ചെയ്തേക്കുന്നത്? ബാസ്റ്റിൻ. ബാസ്റ്റിനുമായിട്ട് വന്ന് നിങ്ങൾ ബാക്ക് വിത്ത് ബാങ്ക് എന്ന് ഈ സ്കിറ്റ് കഴിയുമ്പോൾ ഞങ്ങളെല്ലാം എഴുന്നേറ്റ് പറയണം. അല്ല ജീവ, അതിനു മുമ്പ് ഒരു പ്രത്യേകിച്ച് അമലിന് വിഷ്ണു നല്ലൊരു കയ്യിൽ കൊടുക്കണം കേട്ടോ. ഡേഞ്ചർ സോണായിട്ടും ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഒരു സ്കിറ്റ് കളിക്കാൻ വേണ്ടി വരുന്ന ഒരു ചലഞ്ച് ഉണ്ട്. അല്ല, ഇനിയും ഇവിടെ തന്നെ തുടരണം എന്നുള്ളൊരു ആശയമുണ്ടല്ലോ, ഒരു ഇഷ്ടം. അതാണ് അവരെ ധൈര്യത്തോടു കൂടി വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ഒരു മനസ്സുണ്ടായത്, അല്ലേ? അത് ആ ഐറ്റത്തിൽ കാണിച്ചാൽ മാത്രം മതി. ഗോൾഡ് അടിച്ച നമ്മുടെ 1-1 ടീമല്ലേ? അതെ. അപ്പൊ ഗോൾഡൻ പഞ്ച് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ അമ്മ അതിൽ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാ? ഇന്നലെ ഞങ്ങളുടെ ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങളുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എപ്പിസോഡ് കണ്ടായിരുന്നു, കുഴപ്പമില്ല പോട്ടെ, അവന്മാർക്ക് ഒരു 2,000 കൂടെ എന്റെ കുഞ്ഞിന് തരായിരുന്നു. എന്നാലും 5 തകച്ച് കിട്ടിയില്ല. അമലിനോട് ആരോട് ചോദിച്ചു, ഗോൾഡ് അടിച്ച് ഡേഞ്ചർ വന്നല്ലേ? അമല് പറഞ്ഞെന്ന് ഗോൾഡ് കൈവച്ച ഡേഞ്ചർ ആയിട്ടോ. പിന്നെ അമ്മ എവിടുന്ന ചോറുകളും ഇതെന്നാ പറഞ്ഞ്? ഇന്നലെ രാത്രി അമ്മ എനിക്ക് ശുക്രനിൽ ചോറുകളും. അവിടുന്ന് ജെറ്റ് പോലെ നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരമാണ് ഈ സ്കിറ്റ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ബാസിനോട് ചേർന്ന് ഇത് കലക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നാട്ടുകാരെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. സുന്ദരിക്ക് പൊട്ടുകുത്തൽ മത്സരം അവസാനിപ്പിച്ചിരിക്കുന്നു. കാരണം സുന്ദരിയായി നിൽക്കുന്ന ജലജയുടെ മുഖത്ത് മാത്രം ആരും പൊട്ടുകുത്തുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനതങ്ങ് അവസാനിപ്പിച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം ഓണത്തിന് സംഘർഷം ഉണ്ടായ കാര്യം. അതിന്റെ അറ്റവും പാലും മുറിയും പിടിച്ച് ഇത്തവണ കയറി വന്ന അമ്മച്ചാണ് കണ്ണിന് മുളകൊടി വാരിട്ടിടിക്കും. ഇടിക്കുമെന്ന് പറഞ്ഞ് നല്ല ഇടിക്കാൻ തരും. അതുകൊണ്ട് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു നല്ലോരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഫസ്റ്റ് പ്രൈസ് 1ാം സമ്മാനം, സെക്കൻഡ് പ്രൈസ് 2ാം സമ്മാനം, തേർഡ് പ്രൈസ് 3ാം സമ്മാനം എന്നീ നിലകളിലായിരിക്കും. ഈ സമ്മാനങ്ങൾ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത് ശ്രീവിദ്യ കുടുംബശ്രീ, നാട്ടിലെ കുടുംബശ്രീ, ശ്രീവിദ്യ ശ്രീ. എന്തൊക്കെ കാര്യങ്ങളാ, നല്ലോരമാണ്. അയ്യോ തന്നെ ഇത് കടോൾക്കജനോ? ചേട്ടാ, ഞാൻ മാവേലി ചേട്ടാ. മാവേലിയാണോ? ഡിറ്റോ ഫിഗർ, എനിക്കറിയാലോ. ഡിറ്റോ വയറ്, ഡിറ്റോ കൊട, മാവേലി ഇട്ടങ്ങനെ ലൂണാറിന്റെ വള്ളിച്ചെരിപ്പ്. എടാ ആവണക്കണ്ണ, ഈ അതൊന്ന് ഊരിയടാ, കാണാനുള്ള കൊതിയുണ്ട. ഇത് വാമനൻ ചവിട്ടിത്താത്തിയ കാലം മുതലേ ഇട്ടോണ്ട് നടക്കുന്നതാണ്. അതാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. എടാ മീശയ്ക്ക് ചിറക് വെച്ചവനെ എനിക്ക് മനസ്സിലായില്ല. നീ ആരാണ്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനല്ലേ ഷിബു. എടാ ഷിബു, ഈ അല്ലടാ കഴിഞ്ഞ ഓണത്തിന് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? അതെ. എടാ നിന്നെ തല്ലാനല്ലടാ മറ്റേ താമരക്കണ്ണനും കൂട്ടുകാരും വെളിയിൽ നിൽക്കണത്? അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ മാവേലിയുടെ വേഷം കിട്ടി വന്നത്. അതാകുമ്പോ തല്ലും കിട്ടത്തില്ല, കുറച്ച് റെസ്പെക്ട് ഒക്കെ കിട്ടുകയും ചെയ്യും. ഓറും തോന്നില്ല. നീ മാവേലി ആകുമെന്ന് പറഞ്ഞ് അവൻ അവിടെ വാമനനായിട്ട് നിൽപ്പുണ്ട്. നിന്നെ ചവിട്ടി താത്താൻ. എനിക്കതല്ല. ഇടാ സൗമ്യയുടെ ചെറുക്കൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോടാ. അവൻ എവിടെ പോയി? അല്ല, അവന് വരാൻ പറ്റത്തില്ല. അവന്റെ പാന്റിന്റെ സിബ് കുടുങ്ങിപ്പോയി. കുഴപ്പമില്ല, ഡോക്ടർ ചഞ്ചലിലോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എടാ ചഞ്ചല് തുണിക്കടയല്ലടാ. ഷഡ്ഡി പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടത്തില്ലല്ലോ. അത് ശരിയാ. എടാ പിന്നെ സൗമ്യനെ ഇവിടെ കാണുന്നില്ലല്ലോ. പ്രസിഡന്റ്, സൗമ്യയുടെ കാര്യം നിങ്ങൾ പറയരുത്. നിങ്ങൾ ഈ സൗമ്യയുടെ പുറകെ നടക്കുന്നത് ഈ നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. എടാ എന്ന് സൗമ്യ പറയുമല്ലോ. ആര് പറഞ്ഞു? ഈ പറയുന്ന സൗമ്യ എന്നെ പറഞ്ഞ് നിങ്ങൾ ഇനി അവളുടെ പുറകെ നടന്ന അവൾ നിങ്ങളുടെ പേര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. പെങ്ങളുട്ടി അങ്ങനെ പറഞ്ഞു? പെങ്ങളുട്ടിയാ? ഇല്ല, കേസാവൂടാ. അയ്യോ, എന്നെ കാണിച്ചു കൊടുക്കല്ലേ. അംബുജാക്ഷ, മര്യാദക്ക് സത്യം പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം എന്റെ അനിയനെ പട്ടിയെ പോലെ നല്ലൊരു പട്ടി ഇവിടെ നിൽപ്പുണ്ട്. അവനെ മര്യാദക്ക് ഇറക്കി വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഈ ആഘോഷം കൊളവാക്കുന്നവനാ കൊളവാക്കിയിരിക്കും. എന്റെ അമ്മച്ചി സത്യം, എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. അംബുജാക്ഷ, ഞാൻ വിഷയം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ഞാൻ വിഷയം ഉണ്ടാക്കും. ഞാൻ
അതെന്നാ ആണ്ടടാ. എന്റെ പൊന്നടാ, ഇതാ ബംഗ്ലാവിൽ താമസിക്കാൻ വന്ന പുതിയ സായിപ്പില്ലേ, ആ. ഫോറൻസ് കേട്ടാന്ന് പറഞ്ഞ് തന്ന് പറ്റിച്ചാടാ. ഇന്ന് ഞാൻ അവനെ കൊല്ലു. ഞാൻ എന്ന് കേറിക്കോട്, അങ്ങനെയൊക്കെ ഉള്ളു ജീവിതം. പ്രസിഡന്റെ ഇയാളൊക്കെ ആരാ വിളിച്ചു വരുത്തിയേ? പിന്നെ വിളിക്കണവരല്ലേ ഇവിടെ വന്ന് കയറണത്. അല്ല അതല്ല, ഇയാളെ കുറച്ചും വിളിച്ചു പറയില്ല അനിയൻ തല്ലി കാര്യം. ആ. അതാരാന്ന്? ആരാ? ഞാനാ. നീയാ? എന്നാ ചെല്ലടാ. എന്നെ പിടിച്ചിട്ട് കൊടുക്കല്ലേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. ഇവിടെ നിക്ക്, ഞാൻ പോയി സംസാരിക്കാം. എന്നാ ഞാൻ അവിടെ ഒളിച്ചിരിക്കട്ടെ. താമര കണ്ടോ? ഓ, നമ്മൾ നാട്ടുകാരൊക്കെ ഒരു പരിപാടി നടത്തുമ്പോ ഇപ്പോഴാണോ കയറി വന്നെ? നിങ്ങളുടെ അച്ഛനെ ഇവിടെ കണ്ടില്ല, അതിനാ നാട്ടുകാരുടെ എന്തെങ്കിലും കറുവുണ്ടോ? എന്റെ അച്ഛൻ അത്യാവശ്യം ആശുപത്രി കിടക്കുക. അച്ഛന്റെ ആസനത്തിൽ എങ്ങനെ അത്തി പോയി? എടാ നാരങ്ങ മിഠായിയേ, ആശുപത്രി അസ്ഥി കയറി നല്ല പറഞ്ഞത്. എടാ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാണ്. അച്ഛൻ എന്നാ പറ്റി? തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ ഏതോ മാട്ട തുരുമ്പിച്ചെന്ന് കിസടി. കേട്ടോ, ഇപ്പൊ സെപ്റ്റിക് ആയിട്ട് ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞത്. ആ എന്നെ ചെയ്യാൻ പറ്റും? അത്ര ഉണ്ട് നിന്റെ അച്ഛന്റെ കോണം. തല്ലി കൊല്ലാൻ പറ്റിയല്ലോ. അമ്പുരാശോ, എടാ ഇത് അത്തപ്പൂക്കളല്ലടാ. ഇല്ല, ഇത് അത്തപ്പൂക്കളല്ല. പിന്നെ? ഇത് ഞാൻ കൊറേ കളർ കോണാൻ ഉണക്കാനിട്ടേക്കുവാ. ഇതോ? ആ. അല്ല, ഇത് അത്തപ്പൂക്കളമാ. അപ്പൊ നിനക്ക് അറിയാം, എന്നിട്ടാണ് നീ ഈ ചൊറിഞ്ഞ് മാന്തിക്കൊണ്ടിരിക്കണത്. അപ്പൊ താമര കണ്ടോ, നമ്മുടെ നാട്ടുകാരൊക്കെ ഒരു പരിപാടി നടത്തുമ്പോ ഒരു കുറ്റി എടുക്കാണ്ടിരുന്ന എങ്ങനെയാ? ആ അത് ശരിയാ, ഒരു കുറ്റി എനിക്ക് ഇറങ്ങട്ടെ. ഒരു കുറ്റി അങ്ങ് എടുത്തേ. ഇറങ്ങിയാ 5 രൂപ. ഓ പിന്നെ ഈശ്വര ഭഗവാനെ, ഈ കുറ്റി എനിക്ക് അടിച്ച 20,000 രൂപയുടെ ദീപം ഞാൻ തെളിയിച്ചേക്കാമേ. ആ ഫസ്റ്റ് പ്രൈസിന് ആകെ 5000 രൂപ. അമ്പുരാജ, എന്തോ? ഇതെന്നാണ് ഇത്തവണ ഫസ്റ്റ് പ്രൈസ് മിക്സ് ചെയ്യോ? ഇല്ലടാ, 5 രൂപയുടെ കുറ്റിയില് ഞാൻ നമുക്ക് ദുബായിൽ ഒരു കെട്ടിടം അങ്ങ് പണിതന്നല്ലോ. ഓ അങ്ങനത്തെ വർത്താനം പറയുക. എടാ കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് പ്രൈസ് ടി വി ആർക്കാ? എനിക്ക്. അതിന് മുമ്പത്തെ കൊല്ലം ഫസ്റ്റ് പ്രൈസ് സൈക്കിൾ ആർക്കാ? എന്റെ മോന്. അതിന്റെ മുമ്പത്തെ കൊല്ലം ഫസ്റ്റ് പ്രൈസ് പട്ടുസാരി ആർക്കാ? ഭാര്യക്ക്. സത്യം പറഞ്ഞ സ്വന്തം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ അതാണ് ഇവ ചെയ്തോണ്ടിരിക്കുന്നത്. കുടുംബത്തിന് കാര്യം പറയല്ലേ? എന്ത്? ഇവിടെ തന്റെ അമ്മനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട്. ആ. തന്റെ അമ്മ എന്നോട് എന്നാന്ന് പറഞ്ഞേ? താൻ കുടുംബത്തിന് വേണ്ടി ഒരു ചെണ്ടയും ചെയ്യണില്ലെന്ന്. മമ്മി അങ്ങനെ പറഞ്ഞു. അങ്ങനെ വരാൻ വരില്ലല്ലോ. പറഞ്ഞു. ഞാൻ ഫ്യൂച്ചറിൽ ഒരു വർക്ക് പിടിക്കുന്നുണ്ട്. ആ വർക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ 2.5 കോടി എന്റെ കൈക്കകത്തിരിക്കുന്നത്. 2.5 കോടി. പഞ്ചായത്തിൽ കക്കൂസിന് അപേക്ഷിച്ചിട്ട് കിട്ടിയായിരുന്നോ? സത്യം പറഞ്ഞ ഉയർന്ന ചിന്താഗതി 3G ജീവിതം. ഒരുപാട് അനൗൺസ്മെന്റ് വായിക്കുന്നുണ്ട്. അയ്യോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ദാമോദരൻ ചേട്ടൻ സ്പോൺസർ ചെയ്യുന്ന മമ്മൂട്ടി എല്ലാവരുടെയും വീട്ടിൽ കൃത്യം 6 മണിക്ക് എത്തിച്ചേരുന്നതായിരിക്കും. മമ്മൂട്ടി വരുവോ? മമ്മൂട്ടി വരുന്നുണ്ട്. എന്റെ അമ്മേ, ഒരേ സന്തോഷം. എനിക്കറിയത്തില്ല, വീടാകുമ്പോൾ അലങ്കോലമായിട്ട് റെഡിയാക്കി. എന്നാലും എനിക്ക് അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. നിനക്ക് എന്നാ സിംഗാതെ നോട്ടീസ് മമ്മൂട്ടി വരുവോ? പിന്നെ അല്ലാണ്ട്. എടാ ആറ്റിറമ്പിലെ തുമ്പി, എടാ ഇത് മമ്മൂട്ടി എന്നാണ്. പിന്നെ എല്ലാ വീട്ടിലും വൈകുന്നേരം കുമ്മാട്ടി എത്തിച്ചേരും. നാട്ടുകാർ മമ്മൂട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ചില സാങ്കേതിക കാരണങ്ങളാൽ മമ്മൂട്ടിക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ വീട്ടിലും കുമ്മാട്ടി വരുന്നതായിരിക്കും. എങ്ങനെയുണ്ട്? അപ്പൊ ഓണാഘോഷിച്ചോ, ആഘോഷിച്ചോ, അമ്പയാച്ച, എന്റെ പൊന്നളിയാ, ഓണമായിട്ട് നീ കുബേർ കുഞ്ചിയുടെ ഫ്ലോട്ട് ഇറക്കിയത് അടിപൊളി. ഉരുണ്ടുപോയത് കുബേർക്കുഞ്ഞിന്റെ അച്ഛൻ്റെ ആരാ? മാവേലി. മാവൻ ഇവനെ ഞാൻ എവിടെ? അവനല്ല. ഗോൾഡൻ റൗക്ക് ഇട്ടവനെ ഓടരുത്. എവിടെ? അതവനല്ല. നിന്റെ പേരെന്താ? ഷിബു. ഷിബു? അതവനല്ല. അല്ല. വീടെവിടാ? പുളിഞ്ചോട്. പുളിഞ്ചോട് ഷിബു. ഇതിപ്പോ നമ്മളൊരു നാട്ടുകാരല്ല. കഴിഞ്ഞ കൊല്ലം പറ്റിച്ചിട്ട് പോയിട്ട് താമരേ കണ്ണോ പിന്നെ ആ ചേട്ടാ, കഴിഞ്ഞ കൊല്ലം മുങ്ങി നടന്ന ഒരു പയ്യല്ലേ? കഴിഞ്ഞ കൊല്ലം മുങ്ങിയേ പുള്ളി വന്നിട്ടുണ്ട്. മാവേലി എത്രയും പെട്ടെന്ന് പോലീസ് ഗ്രൗണ്ടിലോട്ട് വന്ന മാവേലിയുടെ കിടുക്കാച്ചിയായിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഒരു സെൽഫി അവ ഒരു കടിഞ്ഞൂൽപ്പൊട്ടനായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. എന്റെ പൊന്നു വാമന. മാവനല്ല, മാവേലി. പുഴുങ്ങാനായിട്ട് എന്റെ പൊന്നു മാവേലി. ഇത്തവണ എന്റെ ഭാര്യ സീത ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഓണം അടിപൊളിയായനെ മാവേലി. ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചു പോയതല്ലേ, സങ്കടം കാണും. ചെറുപ്പത്തിലെ ഭാര്യ മരിച്ചു പോയാലുള്ള സങ്കടം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. വൈകിട്ട് വീട്ടിലോട്ട് വരുന്നു. സദ്യയുടെ ബാക്കി എന്റെ താമരക്കണ്ണ, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ. ഇല്ലടാ, ഭാര്യ മരിച്ചു പോയ ഞാൻ ഇവിടെ കന്ന് ഒറ്റക്കാലിൽ ഊലാല ഊലാല പാടി നടക്കാടാ. ഈ മരിച്ചു പോണവരൊന്നും നമ്മളെ വിട്ട് പോകുന്നില്ല. ഇല്ല, അവര് നമ്മുടെ പുറകിൽ തന്നെ കാണും. അവരിവിടെ ഉണ്ടാകുന്നു.
ഉദാഹരണത്തിന് മരിച്ചു പോയൊരു ആകാശത്തിൽ ഒരു നക്ഷത്രമായി മാറും. പൈസനത്ര നക്ഷത്രമൊന്നും ഇല്ലല്ലോ. ആ കാണുന്ന കുഞ്ഞു നക്ഷത്രം കണ്ടു, അതാണ് നിന്റെ ഭാര്യ. അതാ സീതേച്ചി. അതാണ് സീത, അതാണ് എന്റെ ഭാര്യ. സമാധാനിപ്പിച്ച നിനക്ക് ഇപ്പോഴും ഇല്ല, ഞാൻ കൂടി കയറി പറയാൻ എന്നതാണോ ഇപ്പോഴും ആരേക്കും അവളുടെ പുറകെ നടപ്പുന്നുണ്ട്. ആ കുഞ്ഞ വാൽനക്ഷത്രം കണ്ടോ, അതവനാ. ജീവിച്ചിരുന്നപ്പോഴും അവളുടെ പുറകെ അവൻ കറങ്ങുമായിരുന്നു. ഉണ്ടേ ഒരു ചെറിയ കല്ലും കിടത്തറ. ഒരു മിനിറ്റ്. എന്നതിനാടാ അവനെ നീ എറിഞ്ഞിടുവേ. ഓറഞ്ച് തലയാ, ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നാലും ഞാൻ അവനെ കൊല്ലും. എന്നാ പോടാ. അല്ല, പുള്ളിക്കാരൻ ഒരു കല്ലെടുക്കാൻ പറഞ്ഞു. അത് കേട്ടത് വേണ്ട വേറെ എന്റെ നിയമം ഒരു ഒറ്റക്ക് നന്നാണ്ടല്ലോ. അവനൊന്നും ചെയ്യില്ലേ അമ്പുജാക്ഷ, അവനൊന്നും ചെയ്യില്ലേ. അപ്പൊ നല്ല ഒന്നാന്തരം കലാകാരനാണ് ഞാൻ പറയുന്ന മനസ്സിലായി. ഞാൻ പറഞ്ഞ ഫാൻസ് ഉണ്ടെന്ന്. എന്നാലും നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചാരോടാ നിന്നോട്. അപ്പൊ അതാരാ? നീ. ഞാനല്ല. അയ്യോ എന്റെ പൊന്നു മോനെ, ഈ ജാതിക്കാമരം പോലെ നിൽക്കാതെ വല്ല പണിക്കും പൊക്കൂടാ നിനക്ക്. ചേട്ടാ, എന്റെ പപ്പ കഴിഞ്ഞ ആഴ്ച ഇതേ വർത്താനം എന്നോട് പറഞ്ഞു. അയ്യോ, എന്റെ പപ്പ എന്നോട് പറഞ്ഞു, പപ്പായ്ക്ക് ഇനി പണിയെടുത്ത് കുടുംബം നോക്കാൻ പറ്റത്തില്ല. ഓ എന്റെ പൊന്നുമോനെ, അഞ്ചരക്കണ്ണ ഇരട്ടക്കണ്ണ എടാ, അപ്പനെ പണിക്കൂടല്ലോ. ഇല്ല, പഠിക്കാൻ വിട്ടില്ല. ഞാൻ ലാസ്റ്റ് അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു. എന്റെ പൊന്ന് എന്നാ പരിഹാരം കണ്ടുപിടിച്ചേ? അതുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് അമ്മൂമ്മനെ ഞാൻ പെട്രോൾ പമ്പിൽ ജോലിക്ക് വിട്ടു. മോന്റെ അച്ഛനോട് എന്ന് പറയണം, മാമൻ നല്ല ഇനം വാഴവിത്തുകൾ വെക്കുന്നുണ്ട്, വന്ന് വാങ്ങിക്കാൻ പറയണം. എന്തിനാ മാമ? കൊലവെട്ടിയെങ്കിലും ജീവിക്കട്ടെ ആ പാവം. പറയുന്നത് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന്. നിനക്ക് ആര് പെണ്ണ് തരൂടാ? ആര് പെണ്ണ് തരൂ? ഞാൻ ഇന്നലെ കണ്ടെത്തിയേട്ടാ എന്റെ സ്വപ്നത്തിലെ നായിക. പ്രസിഡന്റ് ഇത് കേൾക്കണം, കാരണം പ്രസിഡന്റ് എന്റെ മെയിൻ കാരണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലബിന്റെ കുറി വെക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ജലചേച്ചിയുടെ വീട്ടിലോട്ട് കയറി ചെന്നപ്പോ ആ വീട്ടിൽ ആരുമില്ല. ഞാൻ പയ്യെ കഥ തുറന്ന് അകത്തേക്ക് കയറി ചെന്നപ്പോ ജലചേച്ചിയുടെ മോൾ ഒറ്റയ്ക്കിരുന്ന് ആ വീട്ടിൽ TV കാണുന്നു. ഞാനപ്പോ ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ കണ്ടിയേട്ടാ. ഞാൻ ആ കണ്ണുകളിൽ കണ്ടിയേട്ടാ പൂക്കളുകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. ഫ്ലവേഴ്സ് TV കണ്ടോണ്ടിരുന്ന പെണ്ണിന്റെ കണ്ണില് പിന്നെ പൂക്കളല്ലാതെ കാത്തോരം വീഴോടാ. എന്നാലും നിന്നെ ഞാൻ നിങ്ങളിപ്പോ ചന്തിപ്പിച്ചിതാറിയാ നിന്റെ അപ്പൊ ഞാനല്ലേ? അയ്യോ അമ്പുജാക്ഷ, ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കാം. ഞാൻ സ്കൂളിൽ കുറെ പ്രൈസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരുമോ? അയ്യോ, അതെന്നെ അങ്ങനെ ചോദിക്കുന്നേ, പാവം തോന്നുവാണല്ലോ. ഇത് നമ്മുടെ നാട്ടുകാരുടെ പരിപാടിയല്ലേ, നമ്മുടെ ക്ലബ്ബല്ലേ, നമ്മുടെ സ്പീക്കർ, നമ്മുടെ മൈക്ക്, നമ്മുടെ ആംപ്ലിഫയർ. സ്നേഹത്തോട് പറയുക, തരത്തില്ല. പക്ഷേ ഒരുപാട് യുവാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. യുവാക്കൾക്ക് നല്ലൊരു ഓണ സന്ദേശം കൊടുക്ക്. പിള്ളേരെല്ലാരും ഫോണിൽ റെക്കോർഡ് ചെയ്യുക, എഴുതിയെടുക്കുക. എന്താന്ന് വെച്ചാൽ ചേട്ടൻ നല്ലൊരു ഓണ സന്ദേശം തരാൻ പോവാ. പ്രിയപ്പെട്ട യുവജനങ്ങളെ, എല്ലാരും എഴുതിയെടുത്തോ. എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഓണ സന്ദേശം എന്തെന്നാൽ, ചതയത്തിന് ബിവറേജ് അവധിയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ബ്ലാക്ക് സാധനം മേടിക്കാതിരിക്കാം. മേടിച്ചു വെച്ചോ, ചെറുക്കാ ഇല്ലെങ്കിൽ നിനക്ക് സാധനം കിട്ടൂല. ഇതൊരു സന്ദേശമല്ലേ? ഞാൻ വല്ല തെറി പറഞ്ഞാൽ കൂടി പോ. നീ പാട്ട് പാടിയാ മതി. ഞാൻ പാട്ട് പാടി. പാട്ട് പാട്. വിഷയമില്ലല്ലോ. ഇല്ല, ഒരു വിഷയമില്ല. മൈക്കിൽ കൂടി ഏമ്പക്കം വിടുന്നവൻ ആദ്യമായിട്ട് ഞാൻ പിന്നെ പറയും കേട്ടോ. ഏമ്പക്കം വിട്ടല്ല, ശ്രുതി പിടിച്ചാണ്. ശ്രുതി പിടിച്ചതാണ്. കുട്ടാ കുട്ടാ ഇവനിങ്ങനെ പാടുന്നു. കൂട്ടാ കൂട്ടാ തറയല്ലേ കുട്ടാ കൂട്ടന്റെ 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 അച്ചാച്ചി വരുമ്പോ തക്കാളി കൊണ്ടുവരൂ. തക്കാളി 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 കൊണ്ടുവരൂ. വെണ്ടയ്ക്ക കൊണ്ടുവരും. നിനക്ക് എവിടെന്ന് സമ്മാനം കിട്ടിയിട്ടുള്ളതെന്ന് നിനക്ക് കിട്ടിയതല്ല, പിന്നെ നീ എടുത്തോണ്ട് ഓടി. ഇവിടെ ഇത്ര അനൗൺസ്മെന്റ് ബാക്കി കിടക്കുമ്പോൾ അവന്റെ എന്റെ പൊന്നെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, വൈകുന്നേരം നടക്കുന്ന വടംവലിക്ക് തക്കാളി കൊണ്ടുവന്നിട്ട് എല്ലാ വിട്ടു പോണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, വൈകുന്നേരം നടക്കുന്ന വടംവലി മത്സരത്തിന് 1 കൊല പഴം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്കൂൾ മാസ്റ്റർ. എന്റെ അമ്മച്ചി എന്നെ പേരടത് എന്നെ പിണങ്ങി നിൽക്കണോ? പറ.
സ്പോൺസറെ പേര് പറയാതെ ബാക്കി കളിയനെ വിളിച്ച് പറയാൻ പറ്റത്തില്ല. ഇല്ലല്ലേ? വൈകുന്നേരം നടക്കുന്ന വടംവലി ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോടാ. അതെന്നാ പരിപാടിയോ? അതുപോലെ തന്നെ നാളെ ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രത്യേക നാടകം തൃശ്ശൂർ അമ്മ പറഞ്ഞായിരുന്നു. തൃശ്ശൂർ 101 പിള്ളേരുടെ തന്ത 8 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാരും വന്ന് കാണണം. പിള്ളേരുടെ തന്ത എന്തുവാ മനസ്സിലായില്ലോ? നാക്ക് പഠിക്കാലോ അത് പറയാൻ പറ്റിയാലോ പ്രസിഡന്റ്. എനിക്കൊരു കാര്യം തന്നെ ചോദിക്കാറുണ്ട്. നമ്മുടെ വടംവലിക്ക് പോയ വിഷ്ണുലാലും ടീമിന് എന്നാ പറ്റി? എന്റെ പൊന്നടോ, അവരെ ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ച് സെക്കൻഡ് റൗണ്ടിൽ അവർ തോറ്റുപോയി. അയ്യോ, നല്ല ടീമല്ല. നല്ല ടീമായിരുന്നു. മൈക്ക് നിർത്തോട്ടെ. വിഷ്ണുലാലിനും ടീമിനും ഇതെന്തു പറ്റി? ലക്ഷങ്ങൾ വാങ്ങിയവർക്ക് ലക്ഷങ്ങൾ പിഴയ്ക്കുന്നു. കാത്തിരുന്ന് കാണുക പൂത്തിരിമുക്കിലെ ഓണാഘോഷ പരിപാടി. എന്ത് തേങ്ങ നീ വിളിച്ചു പറയുന്നേ? ഇതെല്ലാം ഇവിടെ പോയി. ഞങ്ങൾക്ക് അത്ര സങ്കടമുണ്ട്. അയ്യോ, കോള് തന്നെ. ആ വെള്ള വീട് അത് തന്നെ. ആ വെള്ള വീട്. ആ ഓക്കെ. ശരി. എന്നാ പ്രസിഡന്റ്? എടാ, നമ്മുടെ ഡാൻസുകാർ പിള്ളേര് വരെ ഡ്രസ് മാറാൻ ഞാൻ സുഗുണന്റെ വീട് കൊടുത്തു. മറ്റേ ആ പൊട്ടിപ്പൊളിഞ്ഞ സുഗുണൻ. അതെ. മാവേലി വാട ഒരു ശകലം പരിപാടി ഉണ്ട്. എനിക്ക് മനസ്സിലായി. പെണ്ണുങ്ങളെല്ലാം അവിടുന്ന് തുണി മാറിയവന്നെ. എന്താ പോണില്ലേ? വേണ്ട, എന്റെ ആവശ്യമില്ല. ഇനി അടുത്തുള്ള ഉറിയടി മത്സരമല്ലോ. ഇനി അടുത്ത നടക്കാൻ പോകുന്ന ഉറിയടി മത്സരമാണ്. അങ്ങനെയാണ് പ്രസിഡന്റ്, എനിക്ക് ഉറിയടി മത്സരത്തിൽ ഫസ്റ്റ് പങ്കെടുക്കണം. അപ്പൊ മാവേലിയിൽ വെച്ച് നമ്മൾ ഉറിയടി മത്സരം ആരംഭിക്കാൻ പോകുന്നത്. കൈയടിച്ചോ. മാവേലി വാ. അല്ല, ഇതിന്റെ കണ്ണ് കിട്ടുന്നേ? പിന്നെ തല കുത്തിയാണ് ഇത് കളിക്കുന്നത്. ഇത് ഇപ്പൊ കണ്ണൊക്കെ കൃത്യമായിട്ട് കെട്ടിയാലേ ഉള്ളൂ. കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതെത്രയാ? 1. ഇതെത്രയാ? 2. ഇതെത്രയാ? 3. കണ്ണ് കാണാവോ? ഇല്ല. ഉണ്ടാക്കരുത്. ഇതെത്രയാ? 3. ഓക്കെ. എന്റെ അനിയനെ തല്ലിയത് ആരാ? എന്റെ അനിയനെ തല്ലിയത് ആരാ? എന്താ? എനിക്കൊരു സത്യം അറിയണം. എന്നാ? എന്റെ അനിയനെ തല്ലിയത് ആരാന്ന് എനിക്ക് ഇപ്പൊ അറിയാം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ വന്നപ്പോ ചോദിച്ചോണ്ടിരിക്കല്ലേ? നിന്നെ തന്നെ തല്ലിയതാണ്. ആ നിൽക്കണ പോണ്ട. ഒരു ഗ്യാപ്പ് വരുമോ? അമ്മ പെങ്ങന്മാരെ, മൂക്കളടിപ്പിച്ച് നടക്കുന്ന കുട്ടികളെ, വൃദ്ധന്മാരെ എല്ലാവരും ഗ്രൗണ്ടിൽ നിന്ന് പിൻവലിയേണ്ടതാണ്. സംഘർഷം ആരംഭിക്കാൻ പോവുകയാണ്. അവനെല്ലാം അറിയണോ? സംഘർഷം ആരംഭിച്ചിരിക്കുന്നു. സംഘർഷം കുടുംബിൽ കൊണ്ടിരിക്കുന്നു. ഭയങ്കര സംഘർഷമാണ്. എല്ലാവരും വിളിച്ചോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ. വിഷ്ണു, കുഴപ്പമില്ല. ബാക്കി 2 പേരുണ്ടല്ലോ ജഡ്ജ്മെന്റ്. നിനക്ക് ഹോസ്പിറ്റലിൽ പോവാം. റോൾ കട്ട്. കിടിലം എന്ന് പറഞ്ഞാൽ പോരാ. കിടിലം. നല്ലൊരു കൈഡി എടുക്കാം. ആടിപ്പൊളി. അല്ല, ഇങ്ങനെയാണ് വേണ്ടത്. ഇതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വേദിയിൽ നിന്ന് അന്ന് ഇറങ്ങിപ്പോയത് കരഞ്ഞോണ്ടാണ്. ഞങ്ങൾ കണ്ടതാണ്. കാര്യം ഞങ്ങൾക്കതേ നിവൃത്തിയുള്ളൂ. അത്രയ്ക്കും മോശമായ ഒരു സ്കിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പോയത്. അപ്പോൾ അത്രയും ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ വീട്ടിൽ നിന്നും ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നും കമൻറ്റ് വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഫീലിംഗ് മാറ്റിയെടുക്കാൻ നിങ്ങൾ തന്നെ അധ്വാനിച്ചപ്പോൾ അതിന് ഫലമുണ്ടായി എന്നുള്ളതാണ് സത്യം. നമ്മളിതിനു വേണ്ടി മെനക്കെട്ടാലുണ്ടല്ലോ നല്ല സ്കിറ്റുകൾ ഉണ്ടാക്കാം. കാര്യം നിങ്ങൾക്ക് അതിന് കഴിവുള്ളവരായിരുന്നു. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങി കുറച്ച് അലസത കാണിച്ചു അതിലേക്ക് എന്നാണ് എൻ്റെ വിചാരം കേട്ടോ. പക്ഷെ അത് പാടില്ല. നമ്മളിപ്പം നല്ലത് ചെയ്തു, നാളെയും നല്ലത് തന്നെ പ്രതീക്ഷിക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി ഇറങ്ങി തിരിച്ചാൽ നല്ലത് തന്നെ നടക്കും. ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഈ കളിച്ച സ്കിറ്റ്. തുടക്കം തൊട്ട് അവസാനം വരെയും ചിരിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെരി ഗുഡ്. ന്യൂ ജനറേഷനാണ് ഇരിക്കുന്നത്. ഓരോ കൗണ്ടറിനും ഇവർ കൈയടിച്ചു. അതാണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓണാഘോഷം എന്ന് പറയാൻ നമ്മൾ ഒരുപാട് സ്കിറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളതിൻ്റെ പ്ലേ എന്ന് പറയുന്നത് തുടക്കം തൊട്ടുള്ള കൗണ്ടറായിരുന്നു.
സുന്ദരിക്ക് പൊട്ടുതൊഴിൽ നമ്മൾ സാറിന് കണ്ടിട്ടുണ്ട്. ഇതിനെന്താണ് സുന്ദരിക്ക് പൊട്ടുതൊഴിൽ? അതിന് കൗണ്ടർ. പിന്നെ ക്ലൈമാക്സിൽ കസേര എടുത്തൊരു പ്ലേ ഉണ്ടല്ലോ, നമ്മൾ ഈ മഴ പെയ്യുന്നതും മതലം കൂട്ടുന്നതിൽ ഒരു പ്ലേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഭയങ്കര രസമായിരുന്നു. നിങ്ങൾ തമ്മിൽ ഇത് കഴിഞ്ഞതിന് ശേഷം വിഷ്ണു അവിടെ വീഴുന്നുണ്ട്. വീണ് കഴിഞ്ഞ് വിഷ്ണു കിടന്നു കരഞ്ഞു. വിഷ്ണുവിൻ്റെ കൈ നല്ല പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഹോസ്പിറ്റലിൽ പോകണം എന്ന് ഡയറക്ടർ ചോദിച്ചു. അപ്പോഴും വിഷ്ണു പറയുന്നത് വേണ്ട, ഇത് കഴിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് നമ്മൾ അഭിപ്രായം പറഞ്ഞ് തീർക്കുന്നതായിരിക്കും. വിഷ്ണു, നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് ഇതിനകത്തുണ്ടാവും. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രജോദേട്ടാ. അംബികാമ്മ, ഭയങ്കര സന്തോഷം തോന്നി. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ വിഷമത്തോടുകൂടി പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയില്ലേ, ചില വാചകങ്ങളൊക്കെ നമ്മൾ ബുക്കിൽ വായിക്കില്ലേ, വാശിയോടെ വീണ്ടും എന്നൊക്കെ പറയില്ലേ, അത് ഞാനിവിടെ കണ്ടു. നിരാശയിലോട്ട് പോകാതെ ഞങ്ങൾ വീണ്ടും വരും എന്ന് നിങ്ങൾ കാണിച്ചില്ലേ, ആ സ്പിരിറ്റാണ് നിങ്ങൾ എവിടെയോ കൊണ്ടുവന്ന് എത്തിക്കാൻ പോകുന്നത്. സൂപ്പർ സൂപ്പറോ സൂപ്പർ. അപ്പൊ ഈ ഒരു പെർഫോമൻസ് ഇവർക്ക് ഞാനിമക്കളിയായിരുന്നു കേട്ടോ. അത് മിനിമം 30,000 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഷോയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ടാസ്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പെർഫോമൻസിലേക്ക് ഇവരെ പറഞ്ഞു വിട്ടത്. ഇപ്പൊ ഇവർ വൃത്തിയായിട്ട് സ്കിറ്റ് പെർഫോം ചെയ്തു. ഇവരുടെ എഫേർട്ടിനെ, ഇവരുടെ ഹാർഡ് വർക്കിനെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്തു. ഇനി അറിയേണ്ടത് 30,000 രൂപ അല്ലെങ്കിൽ 30 മാർക്ക് ഇവർക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ഷോയിലൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീമാണ്. അവർ ഈ ഷോയിൽ തുടരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളെ പോലെ നമ്മുടെ പ്രേക്ഷകരുമാണ്. ഇപ്പൊ ലെറ്റ്സ് സീ, 3 പേര് മാർക്ക് കൊടുക്കാനുണ്ട്. ആദ്യത്തെ മാർക്ക് ആരാ കൊടുക്കുന്നത്? ഞാൻ പറയാം, അംബികാമ്മ. ഓക്കെ, ഒരു 12,000 രൂപ. രണ്ടാമത് ഞാൻ കൊടുക്കാം. ഞാനൊരു 10. 22 മാർക്ക്, 22,000 രൂപ. പ്രജോദേട്ട 8 മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ സേഫാ. അങ്ങനെയാണ് നമ്മളിവിടെ പൊളിക്കും. ഓക്കെ, എന്തായാലും നമ്മൾ കണ്ടു, പറയുന്നില്ല. കമ്പ്യൂട്ടർ ആലോചിക്കുക. കമ്പ്യൂട്ടർ ജി. വിഷ്ണു, അമലെ, ബാസ്റ്റിൻ, വെൽക്കം ബാക്ക് കേട്ടോ. അടിപൊളി, നല്ല കൈഡി കേട്ടോ. അപ്പം ഉഷാറായിട്ട് ഇനി അങ്ങോട്ട് ഇതിലും അടിപൊളി സ്കിറ്റുകൾ, ഇതിലും അടിപൊളി കൗണ്ടറുകൾ ഞങ്ങൾക്ക് തരിക. ഇനി ഇവിടുന്ന് താഴോട്ടില്ല, ഇവിടുന്ന് മുകളിലോട്ട്. ഓക്കെ, നല്ല കൈഡി. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ടീം എസ് ആണ് പെർഫോം ചെയ്യാൻ വരുന്നത്. എസ് എന്ന് വെച്ചാ ഉഗ്രൻ ടീമാ. സെൽവരാജ്, ശംഭു, ശ്യാം. വിളിക്കട്ടെ? കേറി പോരെ. ഭക്തജനങ്ങളെ, കല്ലറ മഹാദേവ ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ഒളിച്ചും പാത്തും എന്ന നാടകം അവതരിപ്പിച്ച പ്രാവച്ചമ്പലം പ്രാണി തിയേറ്റേഴ്സിന് നന്ദി അറിയിക്കുന്നു. കുറച്ച് ദൂരം കൂടെ ഉള്ളു. കേറി വാ. ഇനി ഒരടി ഞാൻ മുമ്പോട്ട് വെക്കത്തില്ല. അണ്ണ ചിക്കനും പെരട്ടും ഉണ്ട്, കോച്ചും ഉണ്ട്. ഇടാ, ഞാൻ വേദിയിൽ വന്ന അപ്പോഴത്തൊട്ട് നീ പറഞ്ഞു തുടങ്ങിയതാണ് ഈ സ്കോച്ചും ഉണ്ട്, ചിക്കൻ പെരട്ടും ഉണ്ടെന്ന്. ഇത് എവിടെയാ കൊണ്ടുവച്ചിക്കണേ? എവിടെയാ നിന്റെ വീട്? തൊട്ടപ്പുറത്തണ്ണ. അണ്ണ ഇങ്ങോട്ട് പോണ്ട. നിങ്ങൾ വന്ന സമയം തൊട്ട് ആ പെട്ടിയെടുത്ത് വണ്ടേ വെച്ചേക്കണെന്തിരി? ഇതെന്റെ കോസ്റ്റ്യൂം ബോക്സ് ആണ്. ഞാൻ പാട്ട് കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തോന്ന്? ജോൺസൺ മാഷിനാ. ജോൺസൺ മാഷൻ ഇതെന്റെ കോസ്റ്റ്യൂം ബോക്സ് ആണ്. നീ എന്താ എവിടുത്തെ ആണ്ടാ നീ? അയ്യോ. പിന്നെ നമ്മുടെ ഇവിടെ പോകുന്ന വീടില്ലേ, അവിടുത്തെ വേലുക്കുട്ടി മാമന് എനിക്കും നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ അഭിനയൊക്കെ നിങ്ങളെ പുതിയ സീരിയലിന്റെ മറ്റേ പ്രചോദ് കാണിക്കൂലേ? മറ്റേ പരസ്യം കാണിക്കൂലേ? പ്രമോദ്. അപ്പൊ അതിൽ പുതിയൊരു സീരിയൽ ഉണ്ടല്ലോ, നിങ്ങളെ കിണ്ടി എന്ന് പറഞ്ഞ സീരിയല്. ആ സീരിയലിൽ നിങ്ങൾ ഇങ്ങനെ ബുള്ളറ്റിൽ ഇങ്ങനെ പറന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ മുണ്ട് മാറി കുത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പഴതിന്റെ തല കിണ്ടി നരി കാണിക്കും. അത് വെടിക്കട്ടാ. അയ്യോ, അപ്പഴെഴുതി കാണിച്ചില്ലെങ്കിൽ ഭൂകമ്പം നടന്നാനാ. കാലും കഴിക്കേ കുറെ സമയം കൊണ്ട് നീ. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ നാടകം ഇല്ലാത്തപ്പോ എന്തോ ചെയ്യും? ഇരുന്ന് നിരങ്ങും. എടാ, നാടകം ഇല്ലാത്തപ്പോ എന്ത് ചെയ്യുന്നത്? വീട്ടിൽ എത്ര ദിവസം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് അറിയാവോ? പട്ടിണി എന്ന് പറഞ്ഞ സാധാരണ പട്ടിണിയല്ല, എന്റെ പൊക്കിള് നട്ടല് തിന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. എടാ, ഇവിടെ 5-6 വര വീഴും ഇങ്ങനെ. എന്നിട്ട് ഈ പൊക്കിള് നേരെ അങ്ങ് നട്ടലിന്റെ അടുത്ത് പോയി കടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര കരിം പട്ടിണി വന്നവനാ ഞാൻ. അന്ന ഇനി പേടിക്കതും വേണ്ട. നമ്മള് പോണ വേലുക്കുട്ടി മാമന്റെ വീടുണ്ടല്ലോ, ഒരുപാട് കലാകാരന്മാരെ വളർത്തിയ ഭവനോ. എവിടാടാ നിന്റെ ഈ കലാഭവൻ? അയ്യോ, അതെന്താണെന്ന് അറിയാവോ? ഈ വേലുക്കുട്ടി മാമൻ എന്ന് പറഞ്ഞ എന്റെ കല്യാണം വരെ വേലുക്കുട്ടി മാമന്റെ വീട്ടിൽ വെച്ചാ നടത്തിയത്. അന്നൊരു ഗാനമേള ഉണ്ടായിരുന്നു എന്റെ കല്യാണത്തിന് വേണ്ടി. അത് ശരി. പക്ഷെ പാടാൻ വന്നവൻ
എന്റെ കല്യാണപ്പെടിനെ അടിച്ചോണ്ടങ്ങ് പോയെണ്ണ. അയ്യോ പക്ഷെ ആ പോയ വിഷമത്തിൽ എന്റെ അച്ഛൻ അവിടെ നെഞ്ചു പൊട്ടി മരിച്ചു വീണ. അച്ചോ. ഇപ്പൊ അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോ ആ വീഡിയോ എടുത്തിട്ട് ഞാനൊക്കെ കാണുവണ്ണ. അപ്പൊ ഒളിച്ചോടി പോയ നിന്റെ പെണ്ണിനെ കാണണമെന്ന് തോന്നുമ്പോ അവളിപ്പോ എല്ലാ പയ്യന്മാരുടെയും മൊബൈലിനകത്ത് ഉണ്ടല്ലോ. പിന്നെ അയ്യോ എന്തിനാ അവിടെ ആരും നിക്കണം കേട്ടു, ആരും ഇല്ലടാ. പിന്നെ നിങ്ങളെ ഈ നാടകം ഉണ്ടെന്ന് ഞാൻ മെനിഞ്ഞാന്നേ ബാർബർ ഷോപ്പിൽ കയറിയപ്പോ നിങ്ങളെ മറ്റേ പ്ലച്ചിനകത്ത് കണ്ടായിരുന്നു. പ്ലച്ചിനകത്താ? നിങ്ങളെ നാടകത്തിന് മറ്റേ പ്ലച്ചില്ലേ, ഷോക്കാണോ? എന്റെ ഒരു കാട്ടോ. അതിനകത്ത് നിങ്ങളെ പേര് കൊല്ലം തുളസി എന്നല്ലേണ്ണ. അതിന്റെ അറ്റത്തൊന്നും ഇങ്ങനെ പക്കി നിരിക്കുന്നേ. ഇടാ, എനിക്ക് നാടകമില്ലാത്ത സമയത്ത് പുല്ലുവെട്ടിന്റെ പണിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഈ പുല്ലിന്റെ പെർത്തിരിക്കുന്നത് കൊണ്ട് നാട്ടുകാരിട്ട പേരാണ് പക്കി. അണ്ടി ഓഫീസിൽ ജോലി ഇല്ലാത്തത് ഭാഗ്യം. പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞേടാ. എന്താ ഇതെന്താടാ ചെവി കിടക്കുന്നത്? കമ്മലെണ്ണ. ഞാൻ വിചാരിച്ച് കിളിച്ച് വന്നതായിരിക്കും, ഒന്ന് കണ്ണിൽ ഓടിക്കുന്നു പോട്ടെ. പിന്നെ നിങ്ങളെ നാടകത്തിലെ നടിമാരൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ അഭിനയം തന്നെ. നിങ്ങൾ അവസാനം വാളെടുത്ത് വെട്ടിയില്ലേ, വെട്ടുന്നതിന് മുമ്പേ ആ ചേച്ചി രക്തം തുപ്പിയെണ്ണ. ഒട്ടിയ ഉച്ചേരടുത്ത് പറഞ്ഞാലും കേൾക്കൂല. സീനിൽ അഭിനയിക്കുന്നതിന് മുമ്പ് 1.5 കിലോ മുറുക്കെടുത്ത് വായിലിട്ടേക്കും. എവിടെ കാരണം ഒരു 4 വെള്ള ഷർട്ടാണ് ഞാൻ യൂണിയൻകാർക്ക് കൊടുത്തത്. നടക്ക്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പം പോകുന്നേ വേലിക്കുട്ടി മാമനുണ്ടല്ലോ, എന്റെ അടുത്ത് 2ാമത് കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നേ. വേലിക്കുട്ടി മാമൻ എന്ത് പറഞ്ഞോ ഞാൻ അനുസരിക്കും. എന്റെ അടുത്ത് കല്യാണം കഴിക്കാൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. ഇയാൾക്കുള്ള വീട് വാങ്ങാൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു. അത് ശരി. ഈ കല്യാണം 2ാമത് കല്യാണം കഴിച്ച ശേഷം കുട്ടികൾ വല്ലതും ഇല്ല വേലിക്കുട്ടി മാമൻ പറഞ്ഞു കാണില്ലല്ലേ? അതല്ലെന്ന് കത്തൊന്നും ഇല്ല. വേലിക്കുട്ടി മാമ എനിക്ക് ദൈവത്തിനെ പോലെയാണ്. എനിക്ക് സ്വന്തമായിട്ട് വീട് വരെ വേലിക്കുട്ടി മാമൻ പണിഞ്ഞു തന്നു. അത് ശരി. എന്റെ വീട്ടിന്റെ ജനലാണ് വേലിക്കുട്ടി മാമൻ. എന്റെ വീട്ടിലെ കട്ടളാണ് വേലിക്കുട്ടി മാമൻ. എന്റെ വീട്ടിലെ കഥകാണ് വേലിക്കുട്ടി മാമൻ. അപ്പൊ നീ വല്ലപ്പോഴൊക്കെ വീട് പൂട്ടി പുറത്തോട്ട് പോണോന്ന് അറിയുമ്പം നീ വേലിക്കുട്ടി മാമന്റെ പൊക്കിളിൽ താക്കോലിട്ട് അല്ല ഞാനല്ല നടക്കില്ല. പിന്നെ പറയണോണ്ടൊന്നും തോന്നരുത്. പറയട്ടാ. ഞാൻ ഇടയ്ക്ക് കുത്തി കുറിക്കും. എന്തിനടാ കുത്തി പറക്കുന്നത്? ഉരുട്ടി തട്ടണം. അയ്യോ അതല്ലെന്ന്. പിന്നെ ഞാൻ കവിതകൾ എറിയും. എന്നെ നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്നതേ ആരുമല്ല. കണ്ട കാര്യം പറയേ ചെയ്യല്ലേ. വീടെത്തോ ഇപ്പോഴല്ലോ? ആരും അവിടെ ഉണ്ടെന്നാ വീടെത്തിന്ന് തോന്നുന്നു. ഇന്ന് അടിച്ചു പൊളിക്കുന്നു നമ്മള്. വായിച്ചോട്ട് പൊന്നെ നടന്ന് നടു വന്നോക്കി വാ. എന്റെ ഭഗവാനേ. സിനിമയായാലും സീരിയലായാലും ഇല്ലം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഉണ്ണി എന്നുള്ള വിളി. ഈ ഉണ്ണി ഇതുവരെ വളർന്നില്ലേ? മാമോ ഉമ്മനെ താരാ ഇങ്ങനെ ഇറങ്ങി വന്ന് നിക്കണ ആരെന്ന് നോക്ക്. കണ്ടോ? ഞാൻ പറയുമ്പോഴേ കണ്ടു കൊടുക്കാവേ. മാമന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആരെന്നറിയാമോ? വേലിത്തമ്പി തവള. മഴയല്ലടാ കാണും. എന്തോന്ന് വേലിക്കമ്പിൽ തവള. എന്തിനാ എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. മാമനെ ഒന്നും പറയല്ലേ. മാമന്റെ കയ്യിലാണ് സ്കോച്ച് ഇരിക്കുന്നത്. അത് ശരി. ചിട്ടയുള്ള തറവാട്ടിലെ അവസാനത്തെ കണ്ണിയാ. സ്കോച്ചിന്റെ കൂടെ പറ്റിയ സാധനം കേട്ടോ. എന്തോന്ന്? ചുട്ട കരിവാടിന്റെ കണ്ണ്. അയ്യോ അതല്ലെന്ന്. ചിട്ടയുള്ള ഇല്ലത്തെ തറവാടിയാ. ഞാൻ തന്നെ നമ്മെ പരിചയപ്പെടുത്താം. പ്രശസ്ത നാടകനടൻ കൊല്ലം തുളസി. അങ്ങനെയാണെങ്കിൽ കായംകുളം പൂച്ചടി. പൂച്ചടിയാ? നിനക്ക് തുളസി പറയാമെങ്കിൽ എനിക്ക് പൂച്ചടിയും പറയാം. അതെന്താ എങ്ങനെ അവരെ പറ്റ എന്ന് പറയാം? നാടക നടനാണെന്ന്. എന്തേ എന്റെ ഒളിച്ചും പാത്തും കാണാൻ വന്നില്ല? ഒളിച്ചും പാത്തും കാണാൻ വരെ നീ എന്റെ കള്ളപ്പെണ്ടാട്ടി ഒന്നും അല്ലല്ലേ? അതല്ലെന്ന് എന്റെ ഒളിച്ചും പാത്ത് നാടകം കാണാൻ വേദിയിൽ കണ്ടില്ല എന്ന് പറയുമായിരുന്നു. നാടകം? അതെ അതെ. നാടകം? അതെ. നാടകമൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, നാടകങ്ങളെല്ലാം കൂടെ എടുത്ത് കെട്ടിയിലങ്ങ് ചാടി. നാടകത്തിൽ അഭിനയിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇദ്ദേഹം വിളിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ വരെ എത്തിയത്. അല്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇങ്ങോട്ട് വരിക. ഓ അത് ശരി. അങ്ങോട്ട് മൊത്തം വരിക്ക, ഇങ്ങോട്ട് കൂഴ. അല്ല വരിക്കച്ചക്ക ആ ഭാഗത്താണോ? നല്ലത്. പിന്നെ ഇങ്ങോട്ട് വരിക. ഓ അങ്ങോട്ട് വരിക. മറ്റേ കോച്ചിന്റെ കാര്യം ചോദിക്കൂ. എന്തോ? എന്നെ ഇതുവരെ നടത്തിയ കോച്ചിന്റെ കാര്യം ചോദിക്കൂ. പെറ്റന്റെ കാര്യം ചോദിക്കും. വേലിക്കുട്ടി മാമ പുള്ളിക്ക് കോച്ച്. കോച്ചോ? അവിടെ നിൽക്കുക.
എന്തൊരു മനുഷ്യനല്ലേ, ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ഇത്രയും സംസാരിച്ചെങ്കിലും പച്ചപ്പാതിരക്ക് വന്ന് ചോദിച്ച ഉടനെ എടുത്തോണ്ട് വരാൻ വലിയ കുപ്പിയില. സത്യം. പക്ഷെ വേറൊരു കേസ്, കട്ടയ്ക്ക് ഒരു പെഗ് ഞാൻ ആദ്യം അടിക്കും. എനിക്കൊരു 20 തരണേ. 20 നിനക്ക് ഞാൻ 30 തരും. പോരെ? വേദി കേറില്ല, ഞാൻ ഇന്ന് വേദിയിൽ കേറില്ല. ആരെയൊന്നും അഡ്വാൻസ് മേടിച്ച് മുങ്ങില്ല. എന്തോന്ന് മാമ കാണിക്കരുത്. പിന്നെ കോച്ചെന്ന് പറഞ്ഞ് ഞാൻ തൈലിട്ട് തടവിതല്ലേ മാമ. ഇത് സീരിയലിലെ ആളാ. അല്ല സീരിയലിലെ ആളാ. കൊട്ടൻ ചുക്കാതി തൈലം എല്ലാം കൂടെ കൈ കൊണ്ട് കേറ്റിട്ട് പോടുന്നു. പിന്നെ നമ്മളെ മാമൻ ഇത്തിരി കഴിവുള്ള ആളാ. ആണാ? കഴിവേതെല്ലാം കൂടെ എടുത്ത് വെയിലത്തിടാൻ പറ. എന്തോന്ന് സ്കോച്ച് ചോദിക്കണ്ട. അയ്യോ അതല്ലെന്ന് കഴിവെന്ന് പറഞ്ഞാലേ മാമി മർവാണിയിലൊക്കെ ആളാ. പിന്നെ ഭയങ്കര ചിട്ടയാ, പ്രത്യേകിച്ച് ആഹാര രീതിയില്. രാവിലെ ആടിന്റെ 2 കാല് പൊരിച്ച് തിന്നു. മാമൻ പിടിക്കും, ഞാൻ ആട്ടിനെ കറക്കും. അതിൽ നിന്ന് കിട്ടുന്ന പാലുണ്ടെങ്കിൽ ചായ കുടിക്കും, ഇല്ലെങ്കിൽ കട്ട കാപ്പി കുടിക്കും. പിന്നെ ഈ വരുന്ന 12-ാം തീയതിയാ മാമന്റെ കുമ്മനം. കുമ്മനോ? തമ്മനം. പാല ഉൾപ്പെടെ കക്ഷി മേടിച്ചു. അയ്യോ അതല്ലല്ലോ, മറ്റേ നമ്മളിങ്ങനെ പിറന്ന് വരുമ്പോഴും മറ്റേ നമ്മളെ പിള്ളേരെ ജന്മദിനം പറഞ്ഞ സ്ഥാനം. അന്നേ പാവപ്പെട്ട കുട്ടികൾക്ക് മാമൻ പാചകം ചെയ്തു കൊടുക്കും. ആഹാരം ആരും അറിയാതെ ഉണ്ടാക്കി കൊടുക്കും. മാമന് ഭയങ്കര നിർബന്ധമാണ്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന്. ആരാ പാചകം? മാമനല്ലേ? മാമൻ തന്നെ. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയും. ഞാൻ അറിഞ്ഞതാ. അറിഞ്ഞതാ. അല്ല താങ്കൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? എല്ലാരും കല്യാണം കഴിച്ചിട്ടല്ലേ ടിണ്ടോ? നിങ്ങളും കല്യാണം കഴിച്ചിട്ടല്ലേ ടിണ്ടോ? പിന്നെ അതെന്തോ ചോദ്യം അത്? അതെ മാമൻ പറഞ്ഞതേ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന്. ഉണ്ടല്ലോ. ഉണ്ടോ? അല്ല അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഉണ്ടോ? കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ കുട്ടികൾ ടിണ്ടോ? മൊത്തത്തിൽ എത്ര മക്കൾ ടിണ്ടോ? 3 ടിണ്ടോ. 3 മക്കളുണ്ടാ? എന്റെ മൂത്ത മകൻ ജനിക്കുന്ന വേദി എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതെന്ത്? വേദിയിൽ ഞാൻ നിന്ന് പൊരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ്. പൊരിക്കല്ലോ, നിന്ന് പുഴുങ്ങായിരുന്നല്ലോ. ഒരു കോള്. ഞാൻ ഫോൺ എടുത്തു. എനിക്ക് മൂത്ത മകൻ ജനിച്ചു. മുഴുവിക്കാൻ നിന്നില്ല നാടകം. ഞാൻ ഇറങ്ങി ഓടിക്കളഞ്ഞ്. നാടകം മൊത്തം കളിക്കാത്ത നന്നായി. അതെന്താ? അല്ലെങ്കിൽ ആ കൊച്ചു തന്തയില്ലാത്തവനായി പോകൂലേ? നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ നിൽക്കുന്ന മാമൻ ഇവിടെ അല്ലറ ചില്ലറ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. വേറെ പരിപാടി എന്ന് പറയുമ്പോ കുട്ടികളെ എഴുത്തിനിരുത്തും. എല്ലാരും എഴുത്തിനിരുത്തുന്ന നടക്കല്ല മാമ എഴുത്തിനിരുത്തുന്നത്. മാമൻ ഈ അരിയിൽ സ്വർണം വെച്ചിട്ടാണ് എഴുത്തിനിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഇളയ മകനുണ്ട്. അദ്ദേഹത്തെ ഒന്ന് എഴുത്തിനിരുത്താൻ പറ്റുമോ? പറ്റുമോ മാമ? പറ്റും. സാമ്പത്തികമായിട്ട് ടൈറ്റാ ഞാൻ. അരി കൊണ്ടുവരോ? ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ട് ടൈറ്റ് ഉണ്ട്. അരി നമ്മൾ അങ്ങോട്ട് തരാം. അരി മാമൻ തരുവേ? സ്വർണം ഞാൻ പറഞ്ഞില്ലായിരുന്നു സാമ്പത്തികമായിട്ട് ഒരു ടൈറ്റ് ഉണ്ട്. സ്വർണം ഞാൻ അങ്ങോട്ട് തരാം. അപ്പൊ കുഞ്ഞുണ്ട് നന്നായി. അല്ലെങ്കിൽ അതും കൂടി മാമന്റെ പെടലിക്കകത്തിരുന്നാനായിരുന്നു. പിന്നെ അല്ലാതെ പിന്നെ നമ്മക്ക് ഇവിടെ അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ ഒരു അവസ്ഥയാ. ഞാനും മാമനും മാത്രമേ ഉള്ളൂ. എന്ത് പറ്റി? നമ്മുടെ ഇല്ലത്തിന് ചുറ്റും മൊത്തം റബ്ബർ വിളയാണ്. അപ്പൊ അതിന്റെ ഒരു ശാപം, പരാഗണം എന്തോ പ്രശ്നം എന്നൊക്കെയാ ജോത്സ്യം പറയുന്നത്. റബ്ബർ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ റബ്ബർ മുറിച്ചു മാറ്റണം, എന്നിട്ട് റംബൂട്ടാൻ വെച്ചാ നല്ലത്. അപ്പൊ പരാഗണം നടക്കും. റംബൂട്ടാൻ ഉണ്ടായിരുന്നു, ആൺ റംബൂട്ടാനും ഉണ്ടായിരുന്നു, പെൺ റംബൂട്ടാനും ഉണ്ടായിരുന്നു. ഈ രാത്രി ആകുമ്പോ തണുപ്പടിക്കുമ്പോഴേ ആൺ റംബൂട്ടാൻ പെൺ റംബൂട്ടാന്റെ അടുത്തോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ആ സമയത്ത് വേദിക്കുട്ടി മാമ ഇങ്ങനെ തലയിട്ട് ഉയർത്തിയിട്ട് പറയും, ഈ പ്രായം കഴിഞ്ഞാണേ നമ്മൾ വന്നത്, മര്യാദയ്ക്ക് വെക്കോ എന്ന് പറയുന്നതും ആൺ റംബൂട്ടാനും പെൺ റംബൂട്ടാനും അഴിക്ക് വഴിക്ക് അങ്ങ് പോകും. ഒരു കാര്യം ചെയ്യാത്തത്, ഈ 2 റംബൂട്ടാനും കൂടി ലോഡ്ജിലോ റൂം എടുത്ത് കൊടുക്കാത്തത്. അതെന്തിന്? പരാഗണം നടന്നാലേ. എനിക്ക് പോണം. സ്കോച്ച് ചോദിക്കടാ. സ്കോച്ച് തരാം. പിന്നെ ഇവിടെ ഇദ്ദേഹത്തിന് വേളിയില്ലേ? വേളിയുണ്ട്, പക്ഷെ വേളി വെളിക്കിറങ്ങില്ല. എങ്ങനാ വെളിക്കിറങ്ങില്ല വേളി? എത്ര ദിവസം വരെ പിടിച്ചു നിൽക്കും? അയ്യോ, സ്വന്തക്കാരൊക്കെ പറയുമ്പോ ഇല്ലത്തിന് വിളിക്കിറങ്ങുമെന്ന്. സ്വന്തക്കാര് വരുമ്പം വിളിക്കിറങ്ങുമല്ലോ. ദൈവമേ, എന്നും സ്വന്തക്കാര് വരണേ. ഇല്ലാത്തൊരവസ്ഥയാ. ഞാൻ എത്ര വേദികളിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ വിളിക്ക് കഷ്ടം. പിന്നെ സ്കോച്ച് വേണോ? ഇപ്പം വേണം, സ്കോച്ച് വേണം. സ്കോച്ച് അല്ലെങ്കിൽ എന്തുണ്ട് മാമ? പറ. നമുക്ക് പെരട്ടായാലോ? അവിടെ നിൽക്കാ വരുന്നു. സ്കോച്ചില്ല, പെരട്ടായാലോ? പെരട്ടോ? പിന്നെ മാമന്റെ പെരട്ടൂടെ സൂപ്പർ അല്ലേ? അപ്പൊ ആദ്യം ഭക്ഷണമല്ലേ, അത് കഴിഞ്ഞ് മതി പെരട്ട്. അതാണ് നല്ലത്. അത് നല്ല രസമായിരിക്കും. പിന്നെ എന്നാ പെരട്ടി തുടങ്ങിയാലോ? വന്ദേ മുകുന്ദ ഹരേ ജയ സൗരേ
സന്താപതാപമുരാരേ. പെരട്ടിക്കോ നിന്റെ ഇതാണ് പെരട്ട്. ഇതാണ് പെരട്ട്. ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഓട്ട കിട്ടത്തിൽ നീ രാവിലെ ഇവിടുന്ന് ബസ് ഉള്ളൂ. നേരം വെളുത്ത്. നേരം വെളുത്ത് ഇത്രയും സമയമായി. നീ പറഞ്ഞ സ്കോച്ചും പെരട്ടും എവിടെയാടാ? എന്തോന്ന് സ്കോച്ചും പെരട്ടും എവിടെയാടാ? നേരത്തെ മാമൻ കോച്ച് തന്നായിരുന്ന, ഇപ്പം പെരട്ട് കാണിച്ചു തന്നാനാ. ഇത് പോരെ? ഇതാണ് സ്കോച്ചും പെരട്ടും. പിന്നെ എന്തിനാ നീ ആ ഉത്സവപ്പറമ്പിൽ എന്നെ ഇവിടെ വിളിച്ചോണ്ടുവന്നത്? സംഭവം എന്തിനാണെന്ന് അറിയോ? ഇല്ല. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്ത്? രാത്രി ഇറങ്ങി നടക്കായി. ഞാൻ നാടകം കഴിച്ചിട്ട് വന്നപ്പോ നിങ്ങൾ ആ നാടകത്തിന്റെ സ്റ്റേജിന്റെ പുറകിൽ നിൽക്കുന്നു. അപ്പം വീട് വരെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ പെരട്ടും ചിക്കനൊക്കെ വീട്ടിൽ ഉണ്ടെന്ന്. വെറുതെ എന്റെ സമയം കളഞ്ഞല്ലോടാ. ഇന്ന് അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇന്നവിടെ നമ്മളെ കലാഭവൻ പ്രചോദനന്റെ പ്രകാശം ഉണ്ട്. അപ്പൊ പ്രചോദേട്ട ഇന്ന് ഇവിടെ പെരട്ട് തിന്നാൻ വേണ്ടി വന്ന് കിടന്ന് പെനയും. ഞാൻ വലിയ നല്ല ഉഗ്രൻ സ്കിറ്റ്, കുറെ ചിരിച്ചു, നല്ല കൈഡി വരട്ടെ കേട്ടോ. അംബികാമ്മയും തുടങ്ങാം നമുക്കല്ലേ? യെസ് അംബികാമ്മ. അമ്പയാമ ഈ സ്കിറ്റ് തുടങ്ങിയപ്പോൾ മുതൽ അന്യ ജാടയിലാണ്. ആണോ? എന്താ അമ്പയാമ? ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടുകാരുടെ പെർഫോമൻസ് കല്ലറയിലുള്ള ആളാണ് ഞാൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ശംഭു കല്ലറ എന്ന് കേട്ടപ്പോൾ കല്ലറ എൻ്റെ നാടാണ്, എൻ്റെ നാട്ടിലെ കലാകാരന്മാരുടെ പെർഫോമൻസ് ആണ് ഇപ്പോൾ അടിപൊളിയായിരിക്കുന്നത്. ആ ഒരു അഹങ്കാരമാണ് അതായിരുന്നു ഇത്. ഇപ്പൊ മനസ്സിലായോ? പെർഫോമൻസ് നല്ലതായതുകൊണ്ട് മാത്രം സഹിക്കായത്. സൂപ്പർ 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 സൂപ്പർ. നന്നായിരുന്നു കേട്ടോ. സത്യം, ഞാൻ തിരുന്ന് അഹങ്കരിച്ചതിൽ തെറ്റൊന്നുമില്ല. നന്നായിരുന്നു, അടിപൊളി. പിന്നെ എൻ്റെ നാട്ടുകാരെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞാൽ അതൊരു ഇതായിപ്പോ. അതുകൊണ്ട് സൂപ്പർ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സൂപ്പറോ സൂപ്പർ. താങ്ക് യു അംബികാമ്മ. നസീർക്ക, നല്ല രസമായിരുന്നു കേട്ടോ. വളരെ സൈലൻ്റ് ആയിട്ട് കളിച്ച് കയറ്റി നല്ല വൃത്തിയുള്ളൊരു സ്കിറ്റ്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എല്ലാം കൊണ്ട് മൊത്തത്തിൽ നല്ല രസമുള്ളൊരു സ്കിറ്റ്, നല്ല പുതുമയുള്ളൊരു സ്കിറ്റ്. അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു നസീർക്ക. സെൽവരാജ, ശംഭു, ശ്യാം, നമ്മൾ സൂപ്പർ എന്നല്ല സൂപ്പർ ഹിറ്റ് സ്കിറ്റ് എന്ന് പറയാം. അത്രയ്ക്ക് രസമായിരുന്നു. നിങ്ങളുടെ സ്കിറ്റുകൾ വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാര്യം അതിനകത്ത് ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് മാറ്റർ എടുത്താലും അതിൻ്റെ ക്ലൈമാക്സ് ആയാലും അതെ കൗണ്ടർ പറയുന്നതൊക്കെ ആണെങ്കിലും ശരി, നല്ല രസമായിട്ട് പൂർത്തീകരണമുള്ള പെർഫെക്ഷനുള്ള സ്കിറ്റുകളാണ്. അടിപൊളി. താങ്ക് യു പ്രജോദേട്ടാ. നല്ല രീതിയിൽ കമന്റ്സ് കിട്ടിയ സ്ഥിതിക്ക് അക്കൗണ്ടിൽ കുറച്ച് കാശ് കയറും. ആദ്യം ആരാണ്? അംബികാമ്മ 20. ഓ, അത് കലക്ക് 20,000 രൂപ. രണ്ടാമത് ആരാ കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. പ്രജോദേട്ടാ ഞാനൊരു 20. ഓ, 40,000 രൂപ. നസീർക്ക, നമ്മൾ ഒട്ടും വിട്ടുകൊടുക്കല്. പിന്നെ ഞാനും ഒട്ടും കുറയ്ക്കുന്നില്ല. എനിക്കുള്ള നേരെ അങ്ങോട്ട് ഇട്ട് നല്ലൊരു എമൗണ്ട് നസീർക്ക ഇട്ടിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് നോക്കാം, 60,000 രൂപ. ഉഗ്രൻ, അടിപൊളി. അപ്പൊ ഇതേപോലത്തെ ഉഷാർ ഐറ്റമായിട്ട് വരും. ഓക്കെ, എടാ ജോമോനെ. ഓ അച്ഛനാടാ. പൊന്നച്ചാ പറയച്ചാ. എടാ നിന്റെ അച്ഛൻ പൊന്നച്ഛനല്ല, ഈ തങ്കച്ചനാണ്. കോടതിയിൽ തെളിഞ്ഞതല്ലേ? അയ്യോ അതല്ല പറഞ്ഞത്. എന്റെ പൊന്നച്ചാ പറ അച്ചാന്ന്. നീ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. ഇവിടെ ഉണ്ടായിരുന്ന വേലക്കാരിനെ ഗർഭിണിയാക്കിയിട്ട് രക്ഷപ്പെട്ടാനല്ലേ നീ? അതിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. നടക്കൂല. എന്തേ? എന്നെ വളർത്താനും പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അച്ഛനല്ലേ ഇതുവരെ ഏറ്റെടുത്തത്? ആ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുത്തത്. എന്നാ ഇതിന്റെ ഉത്തരവാദിത്വം കൂടെ അച്ഛൻ തന്നെ ഏറ്റെടുത്തോ? എടാ കാണാ, ഇവനെ കൊണ്ട് തലവേദനയാണല്ലോ എന്റെ ദൈവമേ. മുതലാളിക്ക് തലവേദനയാണോ? തലവേദനയാ. ഇത് മൈഗ്രെയിന്റെയാ. എനിക്കൊരു മോനുണ്ടല്ലോ, ഒരു മൈഗ്രെയിൻ. അതിന്റെ മൈഗ്രെയിനാ എനിക്ക്. അല്ല എന്താ അത് കഴുത്ത് വെട്ടേ. രണ്ട് കാലൊക്കെ വെട്ടിക്കടാ. പിന്നെ വെട്ടി 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 അറക്കടാ. എന്നിട്ടെന്താന്നറിയില്ലേ? മഞ്ഞപ്പൊടിയുടെ കുറച്ച് മുളക് പൊടി, പിന്നെ കൊത്തമരി, ഇങ്ങനെ ഉപ്പിട്ടിട്ട് കുഴക്കടാ. ഇതൊന്നും അറിയില്ലേ? ഒരു ദിവസം ഞാൻ പരോളിന് വേണ്ടിട്ട് ഇറങ്ങിയപ്പോ ജയിലിലെ എല്ലാം ആകെ കൊളായി. അല്ല പിന്നെ ഒന്നും ഉണ്ടാക്കണ്ട. ഓക്കെ, കാര്യമായിട്ട് ഒരു സംഭവത്തിന് വന്നേരം. ഞാൻ ചാത്തൻ. നീ ചാത്തനല്ല, നീ അടിച്ച സാത്തനാണ് ചാത്തൻ. നല്ല മണമുണ്ട്. ഞാൻ അറിയപ്പെടാത്ത ഗുണ്ട ചാത്തൻ ഷിബു. അല്ലെ, അറിയപ്പെടുന്ന ഗുണ്ടാന്നല്ലേ പറയാ? എനിക്ക് ഈ പേരും പ്രശസ്തി ഒന്നും ഇഷ്ടമല്ല. നിനക്ക് ഞാനാരാണെന്നറിയോ? ഇല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ കെ വർക്കി.
കോടീശ്വരനായിട്ട് എന്താ കാബർക്കല്ലേ പണി? എന്റെ കാലമാടൻ ചേട്ടാ. കാലമാടനല്ല, ചാത്തൻ ഷിബു. എന്റെ ചാത്തൻ ഷിബു ചേട്ടാ, ആ, പറ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഇപ്പൊ വന്നത്? ഞാൻ എന്തിനാ വന്നറിയോ? ഇല്ല. വീട്ടാൻ. ആ വീണി എടുത്തു കൊടുക്ക്, അവൻ വീട്ടിട്ട് പോട്ടെ. അയ്യോ മറന്നില്ല, വീട്ടാനല്ല, ശ്ശോ, പകരം വീട്ടാൻ. ഈ പഴംപൊരി കൊണ്ടാ? അയ്യോ, ടച്ചിങ്സിന്റെ പഴംപൊരി എടുത്ത് മാറിപ്പോയി. അയ്യോ, മെസ്സി അറിയോ? ആ, മെസ്സി അറിയാം. ആ, മറ്റേ ഫുട്ബോൾ കളിക്കാരനല്ലേ? അയ്യോ, അത് മെസ്സി. നിനക്കറിയോടാ? ഫുട്ബോളുകാരുടെ ഡ്രസ്സല്ലേ? അയ്യോ, അത് ജേഴ്സി. ഇവിടെ മുമ്പ് വേലക്ക് നിന്ന മെസ്സി അറിയോ? അതറിയാം. അവരുടെ ആരാണ് ഞാനാണെന്നറിയോ? അതറിയില്ല. എന്റെ പെങ്ങളായിരുന്നു മെസ്സി, എന്റെ അമ്മയായിരുന്നു മെസ്സി. അമ്മേനും പെങ്ങളും തിരിച്ചെടുത്താണ് ഇറങ്ങാനാ വെളിയിൽ. ഓക്കെ സാർ. വന്നിരിക്കുന്നവൻ ഇയാള് മമ്മൂട്ടിന്റെ ആളല്ല, മോഹൻലാലിനെ പിടിച്ചോക്കാം. എന്റെ അമ്മയായിരുന്നു മെസ്സി, എന്റെ പെങ്ങളായിരുന്നു മെസ്സി. അയ്യോ, ലാലേട്ടന്റെ ഫിഗറും ശബ്ദവും ഡിറ്റ. ഒരു കമ്പിപ്പാറ കിട്ടുമോ? എന്തിനാ? മറ്റേ ഷോൾഡർ അടിച്ചു പൊളിക്കാൻ. ഇവിടെ നീ പുതിയതായിട്ട് വേലക്കുന്നതല്ലേ? അതെ. ഇതിനു മുമ്പ് വേലക്കുന്ന മേസിയുടെ ആങ്ങളിയാണ് ഞാൻ. മേസിയെ ഗർഭിണിയാക്കിയ മകന്റെ അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഉമ്മ തരാം. ഉമ്മ തരല്ലോ, മാറിപ്പോയി. ഒരു ഉപദേശം തരാം. എന്തുപദേശം? ഇവരെന്തും ചെയ്യാൻ മടിക്കാത്തതാണ്, സൂക്ഷിക്കണം. ഞാൻ എന്തിനാണോ സൂക്ഷിക്കുന്നേ? എന്റെ ബാക്ക്ഗ്രൗണ്ട് തനിക്ക് അറിയാഞ്ഞിട്ടോ? ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഷിബു, എന്താണ് നിനക്ക്? ഏതായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഞാനൊരു കാര്യം ചെയ്യാം, മോനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. അത് ഗുഡ് ഐഡിയ. എന്നിട്ട് 6 മാസത്തെ ശമ്പളം അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ എന്റെ പെങ്ങൾക്ക് കൊടുക്കാൻ പറയാം. ആ പരിപാടി നടക്കൂല മോനെ. എന്തേ? ഇതിനു മുമ്പേ ഇങ്ങനെ 1 മാസത്തെ ശമ്പളം നിന്റെ മോന്റെ അടുക്ക കൊടുത്തേച്ചിട്ട് എന്റെ പെങ്ങളെ കൊടുത്തുകൊണ്ടാണ് ഞാനും എന്റെ പെങ്ങളും ഇപ്പൊ ഇത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ പരിപാടി ഇനി നടക്കൂല. എന്റെ മോലാളി പാവമാ. ഇങ്ങോട്ട് വന്ന്. എന്തേ? നേരത്തെ പറഞ്ഞ കോടീശ്വരനാന്ന്, എന്നിട്ട് ഇവള് പറഞ്ഞു ഇപ്പൊ പാവാന്ന്. ഞാൻ പാവം കോടീശ്വരനാ. അങ്ങനെ ഇവനെല്ലാം ഒന്ന് അടിക്കണ്ടെങ്കിൽ ഏടി വെച്ച് കയറേണ്ടി വരും. അത് ഷിബു ചേട്ടാ, മുതലാളി പാവം എന്ന് പറഞ്ഞ സ്വഭാവമാണ് ഉദ്ദേശിച്ചത്. ആ, മുതലാളി വെറുതെ വിടണം. മുതലാളിയുടെ മോന്റെ കല്യാണം തീരുമാനിച്ചു, കാർഡും അടിച്ചു. ആ കാർഡൊന്നും ഇതാണ് കാർഡ്, കണ്ട? അതാണ്, ഇതാണ് കാർഡ്. ഇതെന്താ ജോമോൻ വിത്ത് കളിയോ? ഇതെന്തിനെ എഴുതി വെച്ചിട്ട് നാട്ടുകാർക്ക് എല്ലാം അറിയില്ലേ അവൻ വിത്ത് കളിയാന്ന്? ജോമോൻ വിത്ത് കല. കല എന്നാണ് പെൺകുട്ടിന്റെ പേര്. ഇതൊന്നും വേണ്ട, ഞാനിതൊന്നും സമ്മതിക്കൂല. അയ്യോ, ഈ കാർഡൊക്കെ കീറി കളഞ്ഞു. മുതലാളിയുടെ മനസ്സ് വിഷമിപ്പിക്കല്ലേ ചേട്ടാ. മനസ്സ് വിഷമിപ്പിക്കാണ്ട്. അതെ, മുതലാളി മോനെ എങ്ങനെയാ വളർത്തിയെന്ന് ചേട്ടൻ അറിയാഞ്ഞിട്ടാ. കാല് വളരുന്നോ കൈ വളരുന്നോ നോക്കി വളർത്തിയതാ. പക്ഷെ എന്താ വളർന്നതെന്ന് എനിക്കറിയാം. ഷിബു, അവന്റെ ദുഷിച്ച മനസ്സ്, അവന്റെ ദുഷിച്ച മനസ്സായതുകൊണ്ടല്ലേ ഇങ്ങനെ പറ്റിയത്. എന്റെ മകൾക്ക് നിന്റെ മോനൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ, ഒന്നൊച്ച വെച്ചിരുന്നെങ്കിൽ അവൾ ഉണർന്നേനെ മാധവൻ കുട്ടി. ഷിബു, അവന് സോമന്റെ ശബ്ദത്തിൽ കരയാൻ അറിയില്ല. സോമൻ ചെയ്ത ബാക്കിയെല്ലാം അറിയാലോ. ഇതറിയാത്ത എന്തായാലും ഇതിനൊരു തീരുമാനമാക്കണം. ഒന്നിക്കലും ഇവിടെ കല്യാണം നടക്കണം, അല്ലെങ്കിൽ കൊലപാതകം നടക്കും. ആരെ കൊലപാതകം? നിന്റത്. അയ്യോ, എന്നാൽ കല്യാണം ഫിക്സ്. ആദ്യം പറഞ്ഞാ മയ്യേനു, ഒരു പ്രശ്നമില്ലേനു. അപ്പൊ ഞാൻ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് പേഴ്സണെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും ഞാൻ ആ കുറിപ്പൊന്ന് വായിക്കാം. പിന്നെ അതെയാ, 8 മാസം കഴിഞ്ഞിട്ടുള്ള മാർച്ച് 8-നാണ് ഡേറ്റ്. എപ്പോൾ ഡേറ്റ്? 8 മാസം കഴിഞ്ഞിട്ടുള്ള മാർച്ച് 8-ന്. മാർച്ച് 8 നടക്കൂല. എന്താ മാർച്ച് 8 നടക്കൂല? കാര്യം പറ. അങ്ങനെ നടക്കൂല എന്ന് പറഞ്ഞാൽ അന്ന് നടക്കണം. 15 കൊല്ലത്തിന് ശേഷമുള്ള ശുഭമുഹൂർത്തം ഇത്. മാർച്ച് 8 നടക്കൂല, നടക്കൂല, നടക്കൂല. എന്താന്ന് പറയടാ? ഈ മാർച്ച് 8-നാണ് ഇവളുടെ ഡെലിവറി ഡേറ്റ്. പറയാ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, അന്നാണ് സിസേറിയൻ. ഇതാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞത്. മകൻ സബ് ജയിലിൽ ചാടിയാൽ അച്ഛൻ സെൻട്രൽ ജയിലിൽ ചാടുന്നു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഇന്നത്തെ സമയം കഴിയാറായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു വിശേഷം ചോദിക്കുന്നതിന് ക്ഷീണിച്ചിരിക്കുമെന്ന് അറിയാം. ചിരിച്ചിട്ട് പോയി കിടന്നുറങ്ങുക. നാളെ കാണാം അടുത്ത എപ്പിസോഡിൽ. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.